ഇടുക്കി തൊടുപുഴയിൽ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ചു തകർത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മർദ്ദനത്തിനിരയായ കുട്ടിയുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും വിളിച്ചുവരുത്തും. പ്രായപൂർത്തിയായ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ കൂടി തന്നെ ആക്രമിച്ചെന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ. അർജുൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? ശ്രുതി, ഇടുക്കി തൊടുപുഴയിലാണ് കഴിഞ്ഞ ദിവസം ക്രൂരമായ മർദ്ദനമുണ്ടായത്. എന്തായാലും ഈ വിദ്യാർത്ഥി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ വിശദമായി മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ കേസിൽ കുറ്റകൃത്യം നടത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അവരെ വീണ്ടും വിളിച്ചുവരുത്തി നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്തായാലും ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് നേരത്തെ ഇവരെല്ലാവരും ഒന്നിച്ച ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിൽ കഴിയുകയായിരുന്നു. ഇതിൽ ഈ പ്രതികളായ വിദ്യാർത്ഥികൾ നേരത്തെ ലഹരി അടക്കം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഫോണിൽ ദൃശ്യങ്ങളടക്കം പകർത്തി അവിടെയുള്ള അധ്യാപകരെ അറിയിച്ചു. അതിന്റെ പ്രതികാരം എന്നോണമാണ് ഈ കുട്ടിയുടെ ജനനേന്ദ്രിയം അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇതിൽ ഒരു പ്രായപൂർത്തിയായ 2 പേർ കൂടി ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അവരെയും കൃത്യമായി തന്നെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുക. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.